ഷഹബാസിനെ കാണുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇവന് സ്കൂളിൽ പോയിട്ട് വല്ല കാര്യവുമുണ്ടോ? എഴുതുവാനും വായിക്കാനും അറിയാമോ? സ്കൂളിൽ പോകുന്നത് മറ്റു കുട്ടികളെ പോലെ പഠിച്ചു ജോലിക്കാരനാകാനാണ് എന്നാണ് പലരുടെയും ധാരണ. അതിനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതൊരു തെറ്റായ ചോദ്യമായി ഷഹബാസിന്റെ രക്ഷിതാക്കൾ കാണാറില്ല. ഉൾക്കൊള്ളാൻ കഴിയുന്നവരോട് അവരുടെ പഠനരീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. മറ്റു ചിലരോട് വല്ലപ്പോഴും ഒന്ന് നിങ്ങൾ സ്പെഷ്യൽ സ്കൂളുകൾ സന്ദർശിച്ചു നോക്കൂ എന്ന് മറുപടി പറയും. ഷഹബാസിനെ പോലെയുള്ളവരുടെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾക്ക് വലിയ മാറ്റമാണ്. അവരുടെ മാറ്റങ്ങളിൽ ഉള്ളുനിറഞ്ഞ് സന്തോഷിക്കുന്നവരാണ് അവരുടെ പ്രിയപ്പെട്ടവർ. പുതിയ തലമുറയിലെ കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഭിന്നശേഷിക്കാരായ മക്കളുടെ ശാരീരികവും മാനസികവുമായ പരിമിതികളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഓരോ ക്രിസ്തുമസും തിളങ്ങുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. മുനിസിപ്പാലിറ്റി നടത്തുന്ന നമ്മളെ കടവനാട് ബഡ്സ് സ്കൂളിൽ ആ സ്കൂളിൽ പോയതിൻ്റെ ശേഷം നല്ല മാറ്റങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം അവിടുത്തെ ടീച്ചർമാരും അതേപോലെ തന്നെ നമ്മളെ മറ്റുള്ള കുട്ടികളെ ഇരുന്നുള്ള പരിഗണന വെച്ചിട്ട് അതേമാതിരി തന്നെ അവിടെ നിർമ്മിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അവരെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടികളെ ചുമതലപ്പെടുത്തലുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോട്ട് കൂടിയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവന് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും കാലത്ത് 8 മണിക്ക് പൊന്നാനി നഗരസഭ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കടവനാട് ബസ് സ്കൂളിൽ നിന്നും പുറപ്പെട്ട് 10 മണിക്ക് മുമ്പ് തിരിച്ച് സ്കൂളിലെത്തും. 10:15 പ്രാർത്ഥനയോടെ തുടങ്ങി വ്യായാമം ചെയ്തതിനു ശേഷം 11 മണിവരെ എഴുത്ത്, വായന, കളറിംഗ് തുടങ്ങിയ അക്കാദമിക് കാര്യങ്ങൾ നിർവഹിക്കും. പ്രാതൽ ഭക്ഷണത്തിന് ശേഷം കുട്ടികൾ ഒത്തുചേർന്ന് ക്ലീനിംഗ് പ്രൊഡക്റ്റ് നിർമ്മാണം, കുട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, നോട്ട് പാഡ് നിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം എന്നിവയിൽ പരിശീലനം നേടും. ക്ലീനിംഗ് പ്രൊഡക്റ്റ് വിൽപ്പന നഗരസഭാ ഓഫീസിൽ സ്ഥാപിച്ച ടെസ്റ്റ് ഷോപ്പ് മുഖേനയും കുടുംബശ്രീ നടത്തുന്ന വിവിധ സ്റ്റാളുകൾ എന്നിവ വഴിയും വിറ്റഴിക്കുന്നു. കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അവർ അവരുടെ വീടുകളിൽ വിൽപ്പന നടത്തുകയും അതിൽ നിന്നുള്ള ലാഭം കുട്ടികൾ ബഡ് സമ്പാദ്യ പദ്ധതിയായ മണിച്ചപ്പിൽ നിക്ഷേപിക്കുകയും ചെയ്യും. കുട്ടികളെ സ്വയം സാമ്പത്തിക പര്യാപ്തത കൈവരിക്കാൻ ഇതിലൂടെ പ്രാപ്തമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രൊഡക്റ്റ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന രക്ഷിതാക്കൾക്ക് ഒരു ദിവസത്തെ വേതനം ഇതിലൂടെ ലഭ്യമാകും. പൊന്നാനി നഗരസഭയുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിലവിൽ 150ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ഥിരമായി വരുന്ന 45ഓളം കുട്ടികൾക്ക് പൊന്നാനി നഗരസഭയുടെയും മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷന്റെയും സഹായത്തോടു കൂടി വിവിധ ഇനം തൊഴിൽ പരിശീലനം നടത്തുകയും അതിൽ നിന്ന് ചെറുതല്ലാത്തൊരു വരുമാനം കുട്ടികൾക്ക് ലഭിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെയധികം ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ക്ലീനിംഗ് പ്രൊഡക്റ്റ് നിർമ്മാണത്തിന് ആവശ്യമായ 54,000 രൂപ വില വരുന്ന മിക്സിംഗ് മെഷീൻ രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടെ വാങ്ങുകയും അവർ നൽകിയ തുക പ്രൊഡക്റ്റ് വിൽപ്പന നടത്തി അതിൽ നിന്നും ലഭിച്ച ലാഭവിഹിതത്തിൽ നിന്ന് തിരിച്ചു നൽകുകയും ചെയ്തു. കുടുംബശ്രീയുടെ പ്രത്യേക ഉപജീവന പദ്ധതി പ്രകാരം ലഭിച്ച ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ബഡ്സ് കുടകളുടെ ലാഭവിഹിതം കുട്ടികൾക്ക് വിതരണം ചെയ്തു. പൊന്നാനി നഗരസഭ ഭരണസമിതി, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ മാനേജ്മെന്റ് കമ്മിറ്റി, അധ്യാപക രക്ഷാകർതൃ സമിതി എന്നിവ സംയുക്തമായി ഭിന്നശേഷിക്കാരായ പഠിതാക്കൾക്ക് സ്നേഹപരിചരണം ഉറപ്പുവരുത്തുന്നു. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ കൈത്താങ്ങായി വർത്തിക്കുകയാണ് പൊന്നാനി നഗരസഭ. പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികൾക്ക് ഒന്നിച്ചിരിക്കുന്നതിനുള്ള ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അതിൻ്റെ ഈ വർഷത്തെ കലോത്സവത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ബഡ്സ് സ്കൂൾ എന്നിവയ്ക്ക് ജില്ലാ കുടുംബശ്രീ മിഷൻ ഏർപ്പെടുത്തിയ സമ്മാനം പൊന്നാനി നഗരസഭയ്ക്ക് കീഴിലുള്ള BRCക്കും ലഭിച്ചിട്ടുണ്ട്. അതിലുള്ള സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഭരണസമിതി അംഗങ്ങളും നമ്മുടെ BRCയിലെ കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ അനുബന്ധ ജീവനക്കാരും ഉൾപ്പെടുന്ന ഈ ടീം ഇന്നിവിടെ ഒത്തുകൂടുന്നത്. ഈ ഒരു സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ സ്ഥാപനത്തിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് നാട്ടുകാരുടെയും അതുപോലെ തന്നെ മുഴുവൻ സഹൃദയരായ എല്ലാവരുടെയും ഒരു സഹകരണം ആവശ്യമാണ്. ഇത് നമ്മുടെ കുട്ടികൾക്കുള്ള ഉല്ലാസ കേന്ദ്രവും അതോടൊപ്പം തന്നെ പഠനവും ചേർത്ത് ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇവരുടേതായിട്ടുള്ള വരുമാനം എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കുട നിർമ്മാണം അതുപോലെ തന്നെ നമുക്കറിയാം കുറേ മുൻപ് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്
നമ്മുടെ ക്ലീനിങ് പ്രോഡക്ട്സിൻ്റെ നിർമ്മാണം, പുതുതായിട്ട് വാഷിംഗ് സോപ്പും അതുപോലെ തന്നെ പുതിയ നറുമണമുള്ള ബാത്ത് സോപ്പും ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേപ്പർ കവർ നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, അങ്ങനെ ഒട്ടേറെ സംരംഭങ്ങൾ കൂടി നടത്തുന്ന മിടുക്കികളുമായിട്ടുള്ള കൂട്ടുകാരാണ് ഈ സ്ഥാപനത്തിലുള്ളത്. അവർക്ക് വേണ്ട പിന്തുണ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച ഈ വർഷത്തെ കലോത്സവത്തിൽ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനം നടത്തി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച ഒട്ടനവധി മികവാർന്ന സമ്മാനങ്ങൾ നേടി പൊന്നാനി നഗരസഭയുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ യശസ് ഉയർത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും പൊന്നാനി നഗരസഭാ ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇതിനെ സഹായിക്കുന്ന മുഴുവൻ നാട്ടുകാർക്കും കഴിയണം, കൂടെ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടെ നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷു പാല, PTA പ്രസിഡന്റ് റഷീദ് മർവ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ധന്യ, പ്രധാനാധ്യാപിക ജസീല തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഉച്ചയ്ക്ക് 12:30 പോഷകസമ്പുഷ്ടമായ ഭക്ഷണം കുട്ടികൾ കഴിക്കും. ശേഷം അധ്യാപകരുടെയും ആയമാരുടെയും സഹായത്തോടെ കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. 3:15 ദേശീയഗാനത്തോടെ സ്കൂൾ ദിനം അവസാനിക്കും. ശേഷം സ്കൂൾ ബസ്സിൽ തിരിച്ചു കുട്ടികൾ വീടുകളിലേക്ക്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.